ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്സപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ്. വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്സപ്പിനെ പോലെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. പ്രധാനമായും ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ട് വാട്സപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വാട്സപ്പ് ബിസിനസ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. തുറന്ന ഉടനെ തന്നെ സാധാ വാട്സപ്പ് ലോഗിൻ ചെയ്യുന്ന പോലെ നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഒരിക്കലും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. പുതിയ നമ്പറാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. തുടങ്ങുന്ന സമയത്ത് പേരിന് പകരം കമ്പനിയുടെ പേരാണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് കമ്പനിയുടെ ഒറിജിനൽ നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. വാട്സപ്പ് സാധാരണ പോലെ സ്റ്റാർട്ട് ചെയ്ത് വരും. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കോൺടാക്ട്സ് എല്ലാം കാണാൻ വേണ്ടി സാധിക്കും. അവരുമായി സാധാരണ ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന പോലെ ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ആണ് പ്രധാനപ്പെട്ട മാറ്റം കാണാൻ സാധിക്കുക. ഇവിടെ ബിസിനസ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകാൻ വേണ്ടി സാധിക്കും. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഏത് ലൊക്കേഷനിലാണ് എന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനി ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ള ഇത് തരുന്ന ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് എന്ത് തരത്തിലുള്ള സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഞാൻ വെബ് ഡിസൈനിങ് ആണ് കൊടുത്തത്. ശേഷം ഷെഡ്യൂളിംഗ് ആണ്. ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങളുടെ കമ്പനി ഓപ്പൺ ആയിരിക്കുക എന്നുള്ള ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. എല്ലാ ദിവസവും വേണമെങ്കിൽ ഓൾവേസ് ഓപ്പൺ എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ശനിയോ ഞായറോ വർക്ക് ചെയ്യുന്നില്ല എന്ന തരത്തിലോ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് താഴെ നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ അഡ്രസ്സും ഒഫീഷ്യൽ വെബ്സൈറ്റും കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ അനദർ വെബ്സൈറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കൊണ്ട് സേവ് ചെയ്യാനാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി പ്രൊഫൈൽ അല്ലെങ്കിൽ കമ്പനി വാട്സപ്പിൻ്റെ പ്രൊഫൈൽ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ വേണ്ടി സാധിക്കും. എത്ര മെസ്സേജ് അയച്ചു, എത്ര ഡെലിവേർഡ് ആയി എന്നുള്ള കാര്യങ്ങൾ. ഇനി എവേ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈൻ ഇല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് യൂസർക്ക് തിരിച്ച് കിട്ടേണ്ടത്, കസ്റ്റമർക്ക് തിരിച്ച് കിട്ടേണ്ടത് എന്നാണ് ഇവിടെ നോക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ടൊരു മെസ്സേജ് ഉണ്ട്. സെൻഡ് അവേ മെസ്സേജ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. അതുപോലെ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ഇത് സെൻഡ് ചെയ്യണോ അതോ നമ്മുടെ കമ്പനി വർക്കിംഗ് സമയമല്ലാത്ത സമയത്ത് മാത്രം സെൻഡ് ചെയ്താൽ മതിയോ, അതോ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മാത്രം സെൻഡ് ചെയ്താൽ മതിയോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് സേവ് ചെയ്യാം. അടുത്തത് ഗ്രീറ്റിംഗ് മെസ്സേജാണ്. നമുക്കൊരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ പോകുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ നമുക്ക് എന്താ അയാൾക്ക് റിപ്ലൈ പോകണം എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. ആ ഡിഫോൾട്ടായിട്ടുള്ളത് നമുക്ക് മാറ്റി നമുക്ക് ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു യൂസർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി ഒരു റിപ്ലൈ ചെല്ലും. അടുത്ത ക്വിക്ക് റിപ്ലൈസ്. ഇത് വളരെ ഉപകാരപ്പെട്ടൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയേണ്ടി വരും. ഒരുപക്ഷെ പല മറുപടികളും നമ്മൾ സ്ഥിരം ആവർത്തിക്കുന്ന മറുപടികളായിരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജ്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്യാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുണ്ടായി. അപ്പോൾ അത് നിങ്ങൾക്കൊരു കീവേഡിലൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഓപ്ഷനാണ്. ആ കീവേഡിലൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കീവേഡ് പ്രസ് ചെയ്യുന്നതിലൂടെ, കീവേഡ് ടൈപ്പ് ചെയ്യുന്നതിലൂടെ അത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ന്യൂ എടുക്കുകയാണ്. ആ കീവേഡ് അടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ മെസ്സേജ് അങ്ങ് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ന്യൂ എടുത്തു. ഞാനിവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഒരു വെബ് ഡിസൈനിങ് കമ്പനിയുടെ ബേസിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വി വിൽ ചെക്ക് ആൻഡ് ഇൻഫോം യു. വി വിൽ ചെക്ക് ആൻഡ് ഇൻഫോം യു സൂൺ എന്ന് എഴുതി ഷോർട്ട് കട്ട് /ചെക്ക് എന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ /thanks/ചെക്ക് ഓൾറെഡി ഇവിടെയുണ്ട്. ഇനി ഞാൻ എൻ്റെ വാട്സപ്പിലെ ഒറിജിനൽ അക്കൗണ്ട് എടുക്കുകയാണ്. അവിടെ ഞാൻ ഈ ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുക. ഇവിടെ നോക്കിയാൽ കാണാൻ ചാറ്റ് മേ ബി എ ബിസിനസ് അക്കൗണ്ട് എന്ന് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി മുമ്പ് സെറ്റ് ചെയ്തിട്ടുള്ള വെൽക്കം മെസ്സേജും അവേ മെസ്സേജും അവിടെ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ബിസിനസ് അക്കൗണ്ടുമായി ചാറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് മേ ബി ബിസിനസ് അക്കൗണ്ട് എന്നുള്ളത് മുകളിൽ എഴുതി ഇന്നതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ കമ്പനികൾ വാട്സപ്പ് വെരിഫൈ ചെയ്യും എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഞാൻ എൻ്റെ ബിസിനസ് അക്കൗണ്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മെസ്സേജിൽ എനിക്ക് റിപ്ലൈ ചെയ്യാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കീവേഡ് ഞാൻ സ്ലാഷ് എന്നടിക്കുമ്പോൾ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള സംഗതികൾ വരികയാണ്. ഇപ്പോൾ ഞാൻ താങ്ക് യു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ താങ്ക് യു മെസ്സേജ് അങ്ങോട്ട് ഫോർവേഡ് ആവുകയാണ്. ഇനി ചെക്ക് ആണെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ ആ മെസ്സേജ് അങ്ങോട്ട് ഫോർവേഡ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ട് കട്ടായിട്ട് സേവ് ചെയ്തതിന് വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന പുതിയ ആപ്ലിക്കേഷൻ. ഇത് വാട്സപ്പ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള ബിസിനസ്സുകളാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് വാട്സപ്പ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ബിസിനസ്സിന് വേണ്ടി വാട്സപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു അറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് വാട്സപ്പ് ഇത്തരത്തിലുള്ള ഒരു ഇന്നോവേറ്റീവായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.